വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ ബിൽഡിംഗ് ബൈലോസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ബൈലോസിൻ്റെ ഡെഫിനിഷൻ, ബിൽഡിംഗ് ബൈലോസുമായി റിലേറ്റഡ് ആയി വരുന്ന ടെക്നിക്കൽ ടേംസ് എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻഡസ്ട്രിയൽ ഒക്യുപ്പൻസീസ്, അതുപോലെ അസാഡസ് ഒക്യുപ്പൻസിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഓപ്പൺ സ്പേസ്, സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്നീ കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗവൺമെൻറ് ഓർ സെമി പബ്ലിക് ബിസിനസ് ഒക്യുപ്പൻസിയുടെ റിക്വയർമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, പ്ലോട്ട് റിക്വയർമെൻറ്റ്സ്. ഓൾ പ്ലോട്ട്, സബ് ഡിവിഷൻ ആൻഡ് ബിൽഡിംഗ് ആൻഡ് ലേഔട്ട് ഷോൾ ബി അപ്രൂവ്ഡ് ബൈ ദി ചീഫ് ടൗൺ പ്ലാനർ. പ്ലോട്ടിൻ്റെ സബ് ഡിവിഷൻ അതുപോലെ ബിൽഡിംഗ് ലേഔട്ട് എല്ലാം ചീഫ് ടൗൺ പ്ലാനർ അപ്രൂവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, യൂസേജ് ഓഫ് പ്ലോട്ട്. The usage of plots proposed for development or redevelopment or for construction of any building shall be governed by provisions contained in the detailed town planning scheme prepared for the locality. Development, redevelopment, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിനുവേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള പ്ലോട്ടിൻ്റെ യൂസേജ് ആ ലൊക്കാലിറ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ള ടൗൺ പ്ലാനിംഗ് സ്കീമിനനുസരിച്ചാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പൺ സ്പേസ്. ഓൾ ബിൽഡിംഗ് വിത്ത് ഫ്ലോർ ഏരിയ എക്സീഡിംഗ് 75 സ്ക്വയർ മീറ്റർ ഷോൾ ഹാവ് ഓപ്പൺ സ്പേസ് നോട്ട് ലെസ് ദാൻ ദോസ് പ്രിസ്ക്രൈബ്ഡ് ബിലോ. ഫ്ലോർ ഏരിയ 75 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ വരുന്ന എല്ലാ ബിൽഡിങ്സിൻ്റെ കേസിലും താഴെ പറയുന്ന വാല്യൂവിൽ കുറയാത്ത രീതിയിൽ ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഫ്രണ്ട് യാർഡ് 7.5 മീറ്റർ, സൈഡ് യാർഡ് ഓൺ എയ്തർ സൈഡ് 8 മീറ്റർ, റിയർ യാർഡ് 7.5 മീറ്റർ. നെക്സ്റ്റ്, ഹാബിറ്റബിൾ റൂംസ്. ഹാബിറ്റബിൾ റൂമിൻ്റെ കാർപ്പറ്റ് ഏരിയ 9.5 മീറ്റർ സ്ക്വയറിൽ കുറയാത്ത രീതിയിലും വിഡ്ത്ത് 3 മീറ്ററിൽ കുറയാത്ത രീതിയിലുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കിച്ചൺ, സ്റ്റോർ, റെക്കോർഡ് റൂം, ലോണ്ടറി എക്സെട്ര. ദ വിഡ്ത്ത് ഓഫ് കിച്ചൺ, സ്റ്റോർ, റെക്കോർഡ് റൂം ആൻഡ് ലോണ്ടറി എക്സെട്ര shall not be less than 2.4 meters. The headroom shall not be less than 2.4 meters at any point from the floor. കിച്ചൺ, സ്റ്റോർ, റെക്കോർഡ് റൂം, ലോണ്ടറി എന്നിവയുടെ വിഡ്ത്ത് 2.4 മീറ്ററിൽ കുറയരുത്. അതുപോലെ ഹെഡ് റൂം 2.4 മീറ്ററിൽ കുറയുകയും ചെയ്യരുത്. നെക്സ്റ്റ്, കൊറിഡോർ, വെരാന്ത ആൻഡ് പാസേജ് വേ. The clear width of any corridor, veranda and passageway shall not be less than 1.5 meters. കൊറിഡോർ, വെരാന്ത, പാസേജ് വേയുടെ ക്ലിയർ വിഡ്ത്ത് 1.5 മീറ്ററിൽ കുറയരുത്. നെക്സ്റ്റ്, സർക്കുലേഷൻ ഏരിയ. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഷോൾ നോട്ട് ബി ലെസ് ദാൻ 12% ഓഫ് ദി ഫ്ലോർ ഏരിയ. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഫ്ലോർ ഏരിയയുടെ 12% കുറയരുത്. ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ വെർട്ടിക്കൽ സർക്കുലേഷൻ സ്പേസ് സച്ച് ആസ് ലിഫ്റ്റ്, റാമ്പ് ആൻഡ് സ്റ്റെയർ കേസസ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 4% ഓഫ് ദി ഫ്ലോർ ഏരിയ. ലിഫ്റ്റ്, റാമ്പ്, സ്റ്റെയർ കേസ് പോലുള്ള വെർട്ടിക്കൽ സർക്കുലേഷൻ സ്പേസിൻ്റെ ഏരിയ ഫ്ലോർ ഏരിയയുടെ 4% കുറയരുത്. നെക്സ്റ്റ്, അസംബ്ലി ഒക്യുപ്പൻസീസ്. In the case of assembly occupancies, open spaces shall be as given below. അസംബ്ലി ഒക്യുപ്പൻസിയുടെ കേസിൽ ഓപ്പൺ സ്പേസ് താഴെ ഈ ടേബിളിൽ കാണിച്ച രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ എക്സ്റ്റെൻഡ് ഓഫ് ബിൽറ്റപ്പ് ഏരിയ, നാച്ചർ ഓഫ് ഓപ്പൺ സ്പേസ്, ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ബിൽറ്റപ്പ് ഏരിയ എക്സീഡിംഗ് 100 സ്ക്വയർ മീറ്റർ ബട്ട് ബിലോ 400 സ്ക്വയർ മീറ്റർ. ബിൽറ്റപ്പ് ഏരിയ 100 സ്ക്വയർ മീറ്ററിനും 400 സ്ക്വയർ മീറ്ററിനും ഇടയിലാണെങ്കിൽ ഫ്രണ്ട് യാർഡ് 7.5 മീറ്റർ, സൈഡ് യാർഡ് 3 മീറ്റർ, റിയർ യാർഡ് 3 മീറ്റർ. The next, built-up area exceeding 400 square meter but below 800 square meter. built-up area 400 സ്ക്വയർ മീറ്ററിനും 800 സ്ക്വയർ മീറ്ററിനും ഇടയിൽ വരുന്ന കേസിൽ ഫ്രണ്ട് യാർഡ് 10.5 മീറ്റർ, സൈഡ് യാർഡ് 4.5 മീറ്റർ, റിയർ യാർഡ് 3 മീറ്റർ. നെക്സ്റ്റ്, ബിൽറ്റപ്പ് ഏരിയ എക്സീഡിംഗ് 800 സ്ക്വയർ മീറ്റർ. ബിൽറ്റപ്പ് ഏരിയ 800 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ വരുന്ന കേസിൽ ഫ്രണ്ട് യാർഡ് 12 മീറ്റർ, സൈഡ് യാർഡ് 6 മീറ്റർ, റിയർ യാർഡ് 3 മീറ്റർ. നെക്സ്റ്റ്, റിക്വയർമെൻറ്റ്സ് ഓഫ് അസംബ്ലി സ്പേസസ്. ഇവിടെ ഹൈറ്റ് 4 മീറ്ററിൽ കുറയാത്ത രീതിയിലാവണം. മെസനൈൻ, ബാൽക്കണി പോലുള്ളവയുടെ ക്ലിയർ ഹെഡ് റൂം 3 മീറ്ററിൽ കുറയരുത്. പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ദി ഹെഡ് റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.4 മീറ്റർ ഇൻ എയർ കണ്ടീഷൻഡ് റൂംസ്. The height of store room, toilets and cellar rooms shall not be less than 2.4 meter. അതുപോലെ എയർ കണ്ടീഷൻഡ് റൂംസിൽ ഹെഡ് റൂം 2.4 മീറ്ററിൽ കുറയരുത്. സ്റ്റോർ റൂം, ടോയ്ലറ്റ്, സെല്ലാർ റൂംസിൻ്റെ ഹൈറ്റ് 2.4 മീറ്ററിൽ കുറയരുത്. ബാൽക്കണീസ് ഓർ ഗാലറീസ് ഓർ മെസനൈൻസ് ഷാൾ ബി റെസ്ട്രിക്റ്റഡ് ടു 25% ഓഫ് ദി ടോട്ടൽ അക്കോമഡേഷൻ ഓഫ് അസംബ്ലി ഹാൾ ഏരിയ ആൻഡ് ദി മാക്സിമം സ്ലോപ്പ് ഓഫ് ദി ബാൽക്കണി ഓർ ഗാലറി ഓർ മെസനൈൻ ഷാൾ നോട്ട് എക്സീഡ് 35 ഡിഗ്രി. ബാൽക്കണി, ഗാലറി, മെസനൈൻസ് എന്നിവയുടെ ഏരിയ അസംബ്ലി ഹാൾ ഏരിയയുടെ 25% ആയി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവയുടെ മാക്സിമം സ്ലോപ്പ് 35 ഡിഗ്രിയിൽ കൂടാനും പാടില്ല. നെക്സ്റ്റ്, വെന്റിലേഷൻ. ദ സ്റ്റാൻഡേർഡ് ഓഫ് വെന്റിലേഷൻ ഷാൾ ബി 28 മീറ്റർ ക്യൂബ് ഫ്രഷ് എയർ പെർ സീറ്റ് പെർ ഹവർ. സ്റ്റാൻഡേർഡ് വെന്റിലേഷൻ വാല്യൂ 28 മീറ്റർ ക്യൂബ്
fresh air per seat per hour ആണ്. Fire protection, every such building shall be constructed of the fire resistant material throughout. എല്ലാ അസംബ്ലി occupancies ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യണം. എവറി പ്ലേസ് ഓഫ് അസംബ്ലി with a capacity of up to 600 persons shall have minimum of 2 separate exits as remote from each other as practicable. 600 persons capacity വരുന്ന അസംബ്ലി പ്ലേസിൽ മിനിമം 2 സെപ്പറേറ്റ് എക്സിറ്റ് വേണം. അതുപോലെ 601 മുതൽ 1001 ആളുകൾ റേഞ്ച് വരുന്ന കപ്പാസിറ്റി ആണെങ്കിൽ മിനിമം 2 സെപ്പറേറ്റ് എക്സിറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതിൽ എക്സിറ്റിന്റെ വിഡ്ത്ത് 2 യൂണിറ്റിൽ കുറയരുത്. കപ്പാസിറ്റി റേഞ്ച് 1001 പേഴ്സൺസിന് മുകളിൽ വരികയാണെങ്കിൽ മിനിമം 4 സെപ്പറേറ്റ് exit ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മെർച്ചൻഡൈൽ ഓർ കൊമേഴ്ഷ്യൽ occupancies, size of shop. Every shop unit shall have a carpet area not less than 15 meter square with a width not less than 3 meter, provided that in case of stalls in markets, the carpet area of such stall shall not be less than 5 meter square with a width not less than 2 meter. എല്ലാ ഷോപ്പ് യൂണിറ്റിൻ്റെയും കാർപ്പറ്റ് ഏരിയ 15 മീറ്റർ സ്ക്വയറിൽ കുറയരുത്. അതിൻ്റെ വിഡ്ത്ത് 3 മീറ്ററിൽ കുറയാനും പാടില്ല. ഇനി മാർക്കറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൾസിൻ്റെ കേസിലാണെങ്കിൽ കാർപ്പറ്റ് ഏരിയ 5 മീറ്റർ സ്ക്വയറിൽ കുറയരുത്, വിഡ്ത്ത് 2 മീറ്ററിൽ കുറയരുത്. നെക്സ്റ്റ് സൈഡ് യാർഡ്, 2 അതിൽ കൂടുതലോ സ്റ്റോറീസ് വരുന്ന ബിൽഡിംഗ്. കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിൽ അവിടെ പബ്ലിക് സ്ട്രീറ്റുമായിട്ട് അബട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പബ്ലിക് സ്ട്രീറ്റുമായി അബട്ട് ചെയ്യുന്ന രീതിയിൽ ആ സ്ട്രീറ്റിൻ്റെ വിഡ്ത്ത് 7 മീറ്ററിൽ കുറയാത്ത രീതിയിലുമാണെങ്കിൽ അവിടെ സൈഡ് യാർഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും സൈഡിൽ വിൻഡോ, വെന്റിലേറ്റർ പോലെയുള്ള ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പണിങ്സ് കൊടുക്കുന്ന സൈഡിൽ 1.5 മീറ്റർ സ്പേസ് കൊടുക്കണം. നെക്സ്റ്റ് റിയർ യാർഡ്. ദ റിയർ യാർഡ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1.5 മീറ്റർ. റിയർ യാർഡ് 1.5 മീറ്ററിൽ കുറയരുത്. ദെൻ കവേർഡ് പാത്വേസ്. ഓൾ സ്റ്റാൾസ് ഇൻ പബ്ലിക് മാർക്കറ്റ് ഷോൾ ബി പ്രൊവൈഡഡ് വിത്ത് എ കവേർഡ് ആക്സസ് പാസേജ് ഓഫ് നോട്ട് ലെസ് ദാൻ 1.8 മീറ്റർ. പബ്ലിക് മാർക്കറ്റിലെ സ്റ്റോൾസിന് 1.8 മീറ്റർ വിഡ്ത്തിൽ കുറയാത്ത രീതിയിൽ കവേർഡ് ആക്സസ് പാസേജ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് സ്റ്റോൾസ്. പബ്ലിക് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിഷ് ആൻഡ് മീറ്റ് സ്റ്റോൾസിൻ്റെ കേസിൽ ഫ്ലൈസ് പ്രൂഫ് എൻക്ലോഷർ പ്രൊവൈഡ് ചെയ്യണം. ഈ സ്റ്റോൾസിൻ്റെ ആക്സസ് പാസേജ് വിഡ്ത്ത് മിനിമം 2 മീറ്റർ വേണം. നെക്സ്റ്റ് സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ്. ഷോപ്സ് അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിൻ്റെ എല്ലാം സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് ഈ ടേബിളിൽ പറഞ്ഞ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ ക്ലോസറ്റ് 1 for every 25 persons or part thereof exceeding 15. For female 1 per every 15 persons or part thereof exceeding 10. 25 പേഴ്സൺസിന് 1 എന്ന രീതിയിലാണ് വാട്ടർ ക്ലോസറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഫീമെയിൽസിന് 15 പേഴ്സൺസിന് 1. ദെൻ നെക്സ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ 1 for every 100 persons with a minimum of 1 for each floor. 100 പേഴ്സൺസിന് 1 എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഫ്ലോറിലും മിനിമം 1 ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വാഷ് ബേസിൻ 1 for every 100 persons or part thereof. 100 പേഴ്സൺസിന് 1. നെക്സ്റ്റ് യൂറിനൽസ് nil up to 6 persons. 6 പേഴ്സൺസിന് എണ്ണം പറയുന്നില്ല. 1 for 7 to 20 persons. 7 to 20 പേഴ്സൺസിന് 1. 2 for 21 to 45 persons. 21 to 45 പേഴ്സൺസിന് 2. 3 for 46 to 70 persons. 46 to 70 പേഴ്സൺസിന് 3. 4 for 71 to 100 persons. 71 to 100 പേഴ്സൺസിന് 4 എന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലീനേഴ്സ് സിങ്ക് 1 for ഫ്ലോർ, മിനിമം പ്രിഫറബിളി ഇൻ ഓർ അഡ്ജസൻറ്റ് ടു ടോയ്ലറ്റ്സ്. ഓരോ ഫ്ലോറിനും മിനിമം ഒന്നെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അത് ടോയ്ലറ്റ്സിന് അഡ്ജസൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ബിൽഡിംഗ് ഇൻ സ്മോൾ പ്ലോട്ട്. ചെറിയ പ്ലോട്ടിലെ ബിൽഡിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന റിക്വയർമെൻറ്റ്സ്. ബിൽഡിംഗ് അണ്ടർ റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ occupancy can be constructed in small plot not exceeding 125 square meter of area. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ occupancyയുടെ അണ്ടറിൽ വരുന്ന ബിൽഡിങ്സ് 125 സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൂടാത്ത ചെറിയ പ്ലോട്ട്സിൽ കൺസ്ട്രക്ട് ചെയ്യാം. നമ്പർ ഓഫ് ഫ്ലോർസ് ടു ബി ലിമിറ്റഡ്. ദ നമ്പർ ഓഫ് ഫ്ലോർസ് അലൗഡ് ഷോൾ ബി. ഇവിടെ ഫ്ലോറിൻ്റെ ലിമിറ്റ് ചെയ്ത നമ്പർ 3 ആണ്. Then conditions regarding setback. The minimum distance between the plot boundary abutting any street other than national highway, state highway, district road and other roads and the building shall be 2 meter. നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് അതർ റോഡ്സ് അല്ലാത്ത സ്ട്രീറ്റുമായിട്ട് അബട്ട് ചെയ്യുന്ന പ്ലോട്ട് ബൗണ്ടറിയും ബിൽഡിങ്ങും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. എനി വൺ സൈഡ് ഷോൾ ഹാവ് മിനിമം ഓഫ് 90 സെൻറ്റിമീറ്റർ ആൻഡ് അതർ സൈഡ് ഷോൾ ഹാവ് മിനിമം ഓഫ് 60 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് മിനിമം 90 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 60 സെൻറ്റിമീറ്റർ മിനിമമാണ് വേണ്ടത്. The rear side shall have an average of 1 meter setback with minimum 0.5 meter.
റിയർ സൈഡ് ആവറേജ് 1 മീറ്ററും മിനിമം 0.5 മീറ്ററുമാണ് വേണ്ടത്. നെക്സ്റ്റ് റോ ബിൽഡിങ്സ്. നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ഇൻ എ റോ ബിൽഡിംഗ് ഷോൾ നോട്ട് എക്സീഡ് 10. റോ ബിൽഡിങ്സ് നമുക്കറിയാം ഒരേ റോയിൽ അടുത്തടുത്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് റോ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. അവിടെ ഡ്വെല്ലിംഗ് യൂണിറ്റ്സിൻ്റെ നമ്പർ 10ൽ കൂടാൻ പാടില്ല. പ്ലോട്ട് ഏരിയ. ദ ഏരിയ ഓഫ് പ്ലോട്ട് ഫോർ 1 യൂണിറ്റ് ഷോൾ നോട്ട് എക്സീഡ് 85 സ്ക്വയർ മീറ്റർ. അതുപോലെ ഒരു യൂണിറ്റിൻ്റെ പ്ലോട്ട് ഏരിയ 85 സ്ക്വയർ മീറ്ററിൽ കൂടരുത്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്ട്രീറ്റ്. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലോട്ട് ബൗണ്ടറി അബട്ടിങ് എനി സ്ട്രീറ്റ് അതർ ദാൻ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ്, അതർ റോഡ്സ് ഷോൾ ബി 1.5 മീറ്റർ. അതുപോലെ റോ ബിൽഡിങ്സിൻ്റെ കേസിൽ സ്ട്രീറ്റുമായി അബട്ട് ചെയ്യുന്ന പ്ലോട്ട് ബൗണ്ടറിയും ആ ബിൽഡിങ്ങും തമ്മിൽ വരുന്ന മിനിമം ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. മാക്സിമം ഫ്ലോർസ്. ദ മാക്സിമം നമ്പർ ഓഫ് ഫ്ലോർസ് പെർമിറ്റഡ് ഷോൾ ബി 2 വിത്ത് എ സ്റ്റെയർ കേസ് റൂം. റോ ബിൽഡിങ്സിൻ്റെ കേസിൽ മാക്സിമം നമ്പർ ഓഫ് ഫ്ലോർസ് 2 ആണ് വരുന്നത്. ദെൻ വെൽസ്. ദ സൈറ്റ് പ്ലാൻ ഷുഡ് ഷോ ദി പൊസിഷൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് വെൽ and all existing and proposed buildings and structures in the land within 7.5 meter radius from that well. സൈറ്റ് പ്ലാനിൽ ആ വെല്ലിൻ്റെ പൊസിഷൻ ഡയമെൻഷൻസ് എല്ലാം കാണിക്കണം. അതുപോലെ ആ വെല്ലിൻ്റെ 7.5 മീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ എക്സിസ്റ്റിംഗ് ആൻഡ് പ്രൊപ്പോസ്ഡ് ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും കാണിക്കണം. നെക്സ്റ്റ് സെറ്റ് ബാക്ക്. ദ സെറ്റ് ബാക്ക് ഫ്രം എനി സ്ട്രീറ്റ് ഷോൾ ബി ആസ് ദാറ്റ് റിക്വയർഡ് ഫോർ എ ബിൽഡിംഗ്. ദ സെറ്റ് ബാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്സിൻ്റെ കേസിൽ വരുന്നതാണ്. ദർ ഷോൾ ബി 1.5 മീറ്റർ സെറ്റ് ബാക്ക് ഫ്രം അതർ ബൗണ്ടറീസ്. മറ്റു ബൗണ്ടറീസിൽ നിന്നും 1.5 മീറ്റർ സെറ്റ് ബാക്ക് വേണം. നോ ലീച്ച് പിറ്റ്, സോക്ക് പിറ്റ്, റെഫ്യൂസ് പിറ്റ്, എർത്ത് ക്ലോസറ്റ് ഓർ സെപ്റ്റിക് ടാങ്ക് ഷോൾ ബി അലൗഡ് ഓർ മെയ്ഡ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 7.5 മീറ്റർ റേഡിയസ് ഫ്രം എനി എക്സിസ്റ്റിംഗ് വെൽ ആൻഡ് 1.2 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം പ്ലോട്ട് ബൗണ്ടറീസ്. അതുപോലെ ആ എക്സിസ്റ്റ് ചെയ്യുന്ന വെല്ലിൻ്റെ 7.5 മീറ്റർ റേഡിയസിനുള്ളിൽ ലീച്ച് പിറ്റ്, സോക്ക് പിറ്റ്, സെപ്റ്റിക് ടാങ്ക് ഇത്തരം കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതുപോലെ പ്ലോട്ട് ബൗണ്ടറീസിൽ നിന്നും 1.2 മീറ്റർ ഡിസ്റ്റൻസിലും ഈ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തരുത്. നെക്സ്റ്റ് വെൽ ആൻഡ് സറൗണ്ടിങ്. ദ വെൽ ഷോൾ ബി പ്രൊട്ടക്റ്റഡ് വിത്ത് ബ്രിക്ക് വാൾ വിത്ത് മിനിമം 1 മീറ്റർ ഹൈറ്റ്. ഈ വെല്ലിനെ ബ്രിക്ക് വാൾ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിൻ്റെ ഹൈറ്റ് മിനിമം 1 മീറ്റർ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗവൺമെൻറ് ഓർ സെമി പബ്ലിക് ബിസിനസ് ഒക്യുപ്പൻസിയുടെ പ്ലോട്ട് റിക്വയർമെൻറ്റ്സ്, ഓപ്പൺ സ്പേസ്, അതുപോലെ അസംബ്ലി ഒക്യുപ്പൻസിയുടെ റിക്വയർമെൻറ്റ്സ്, മെർച്ചൻ്റൽ ഒക്യുപ്പൻസിയുടെ റിക്വയർമെൻറ്റ്സ്, ദെൻ സ്മോൾ പ്ലോട്ടിലെ ബിൽഡിങ്സിൻ്റെ സെറ്റ് ബാക്ക്സ്, നമ്പർ ഓഫ് ഫ്ലോർസ്, അതുപോലെ റോ ബിൽഡിങ്സിൻ്റെ പ്ലോട്ട് ഏരിയ, മാക്സിമം ഫ്ലോർ, സെറ്റ് ബാക്ക് എന്നീ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.